This is Grand Magical Circus powered by Kandam Kolati Kunguma Chandanadi Fairness Oil and Amrita Bindu. മാക്സിമം എന്റെ കൺട്രോൾ പോയോണ്ടല്ലോ. കലേശന്റെ എന്നോട് ചൂടാവണം, ഞാൻ എന്ത് മിസ്റ്റേക്കാ ചെയ്ത്? അയ്യോ അതല്ല, ശ്രദ്ധയോടല്ല പറഞ്ഞത്. എന്റെ വീടിനടുത്ത് ഒരാളുണ്ട്, മഹാവൃത്തികെട്ടവൻ. ആരത്? ഒരു വേൾഡ് ചിക്കനാ. വേൾഡ് ചിക്കനോ? ലോക കോഴി. ഓ അങ്ങനെ. പെണ്ണുങ്ങളെ കുളിക്കുന്നിടത്ത് ഉദിക്കും, നക്ഷത്രം അത്. ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അസ്തമിക്കുകയും ചെയ്യും. അടുത്ത ക്രിസ്മസ് വരട്ടെ, ഞാൻ ആ നക്ഷത്രത്തെ ചവിട്ടിക്കൂട്ടി തൂക്കുന്നുണ്ട്. അല്ല കലേശന് എന്ത് ചെയ്യാൻ പരിപാടി? ഞാനിപ്പോ പിന്നെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്, ഉഗ്രം വക്കീലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ വക്കീലിന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു കോംപ്രമൈസിന് ശ്രമിച്ചു നോക്കാം, അതല്ലെങ്കിൽ അവനെ ശരിയാക്കാന്നാ പറഞ്ഞേക്കുന്നത്. ഓ അങ്ങനെയാണോ? വക്കീലിനെ പറ്റി അറിയാവോ? ഇല്ല. കോടതി മുറികളിലെ ഗർജിക്കുന്ന സിംഹം, ദ റോറിംഗ് ലയൺ, നാരായണൻകുട്ടി വക്കീല് ഇപ്പൊ വരും. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യുമ അമൃതം ഗമയ. എനിക്കാണ് അതിലും ഗമയ. ഞാൻ പറഞ്ഞ വക്കീലല്ലേ? ആര് പറഞ്ഞയച്ച്? ഞാൻ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നേ. ഇയാളെപ്പോഴാ എന്നെ പറഞ്ഞയച്ചേ? അല്ല, ഞാൻ പിന്നെ ബീവറേജിൽ അരുൺ പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചു വന്ന വക്കീലല്ലേ? പുള്ളി എനിക്ക് പൈസ ഇല്ലെങ്കിൽ സാധനം എടുത്ത് തന്നെ ആള്. അത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കൺഗ്രാറ്റുലേഷൻ. സാറിന് കറുത്ത കോട്ടൊന്നും ഇല്ലേ? അതൊക്കെ നാടകക്കാർക്ക് വാടക കൊടുത്തു. സാറി കോടതി പോകുമ്പോ എന്ത് ചെയ്യും? അതിന് കേസ് ഉണ്ടെങ്കിലല്ലേ കോടതി പോകേണ്ട കാര്യമുള്ളൂ. അപ്പൊ സാർ തിരക്കാണെന്ന് പറഞ്ഞിട്ട്? എനിക്ക് ഭയങ്കര തിരക്കാണ്, നിന്ന് തിരിയാൻ സമയമില്ല. സാറിന്റെ കഴുത്തുളിക്കിട്ടുണ്ട്? കഴുത്തുളിക്കിയതല്ല, എനിക്ക് കേസുകാരന് ഒരു രക്ഷയില്ലെന്ന്. ഞാൻ ഭയങ്കര തിരക്കാന്ന്, ബിസിയാന്ന്. അപ്പൊ കേസൊക്കെ വായിക്കുന്നത്? കേസൊക്കെ വായിക്കുന്നത് എന്റെ അസിസ്റ്റന്റ് വായിക്കൂലേ? എന്റെ അസിസ്റ്റന്റ് വായിക്കും. ശരി, പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും കേസ്. ഹലോ, വായിന്ന് വർത്താനം പറയണ. ഇല്ല 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 ഇല്ല, അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇല്ല. നിങ്ങൾ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെയാ? 40 വർഷമായിട്ട് ഇങ്ങനെ അനുഭവിക്കല്ലേ? ഇതിന് വിട്ടുവീഴ്ചക്കില്ല. ഇനി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വക്കീലിനോട് പറയുന്നു, പേടിപ്പിച്ചു വിട്ടാരെ. ഓക്കെ, ഞാനാ പറഞ്ഞ എൻ്റെ കൂടെ നിൽക്കണം. സാറ് സ്ട്രോങ് ആയിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും. ഞാൻ ഭയങ്കര സ്ട്രോങ് വക്കീല. ഇത് ആരാ സാർ വിളിച്ചത്? അത് എൻ്റെ അച്ഛനും അമ്മയാ. അവരെന്തിനാ വിളിച്ചത്? അത് ഇന്നലെ ആയിരുന്നു 40ാമത് വിവാഹ വാർഷികം. അത് സദ്യക്ക് ബീഫ് വേണമെന്ന് അച്ഛൻ, ചിക്കൻ മതിയെന്ന് അമ്മ. ലാസ്റ്റ് ഭയങ്കര വിഷയമായി. ഞാൻ അങ്ങ് നടുക്കേട്ട് കയറി 2 പാത്രത്തിലാക്കി ഞാൻ കൊടുത്തു. ബീഫും ചിക്കനും അല്ല, പിന്നെ ഡൈവേഴ്സ് നോട്ടീസ് 2 പേരുടെ കൈ കൊടുത്ത് ഞാൻ കൊടുത്തു. എന്റെ അടുത്താണ് കളി. ഇതാ പറയുന്നത്, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. ചരിത്രം മാത്രമല്ല, ഒരു കുടുംബം 2 വഴിയിലേക്കാക്കാൻ ഞാൻ. എവിടെയെങ്കിലും ഞാൻ ജയിക്കേണ്ട, എന്റെ വീട്ടിലെങ്കിലും. ഞാനൊരു മകനായി പോയില്ലേ? ഈ പേപ്പർ എന്താ സാറിന്റെ കയ്യിൽ? അതോ, ഞാൻ ഇന്ന് എടുക്കേണ്ട കേസുകളാ. അയ്യോ, ഞാൻ ഇങ്ങോട്ട് വന്ന തിരക്കില്ലേ. ഇന്നത്തെ കേസ് ആരുടെയാന്ന് നോക്കാൻ മറന്നുപോയി. നോക്കട്ടെ. തമ്മന ഷേർലി. ഇത് കേസല്ലോ, കേസ് കേട്ടാണല്ലോ. സാർ ഏതുതരം കേസൊക്കെ വാദിക്കണേ? സിവിൽ ആണോ ക്രിമിനൽ ആണോ? ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സിവിലിൽ പോകും, ഒരു ക്വാർട്ടർ മേടിക്കും, അവിടെ വെച്ച് ഞാൻ കാണിക്കും. അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിമിനലാണ്. സാറേ, ഈ കൊലക്കേസ് പ്രതി പുഷ്പലതയുടെ വീട്ടിൽ സാർ രാത്രി ചെന്നോ? അവിടെ എന്തോ കശപിശ ഉണ്ടായെന്നൊക്കെ കേട്ടല്ലോ, എന്താ സംഭവം? അതാരാ പറഞ്ഞത്? ഒരുപാട് പേര് പറഞ്ഞു. അല്ല, ഇതാ ഒരു കുഴപ്പം. ഞാൻ സാധാരണ വക്കീലന്മാരെ പോലെയല്ല, ചുമ്മാ പൈസ മേടിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് എന്റെ കക്ഷി, ഞാൻ കൊടുക്കുന്ന ലൂപ്പ് ഹോളുകള് ഏത് പാതിരാത്രിക്കും ഏത് ഉറക്കത്തിലും ഞാൻ വിളിച്ച് ചോദിച്ചാൽ എന്നോട് തിരിച്ചു പറയണം. എനിക്കത് നിർബന്ധം. അത് തെറ്റാണോ? അല്ല, അതുകൊണ്ടാണ് രാത്രി 3 മണിക്ക് ഈ പുഷ്പലത ഉറങ്ങിക്കിടന്നപ്പം അവക്കടെ വീട്ടിൽ അവള് പോലും അറിയാതെ ഞാൻ ചെന്നത്. ഞാൻ ചെല്ലുമ്പോ എന്നാ സംഭവം? KPSC എംബ്ലം പോലെ അവക്കടെ ഭർത്താവ് ഇങ്ങനെ ചെരവത്തടിയായിട്ട് നിൽക്കുക. ഞാൻ ചെന്നച്ച ആരാന്ന് ചോദിക്കണേക്ക് മുമ്പ് 2 അടി പെയിന്റ് അടിക്കണം. 2 അടി. എന്റെ പൊന്നു മോനെ, പിന്നെ എന്റെ എല്ലാ ലൂപ്പ് ഹോളുകളും അടച്ചു കളഞ്ഞവര്. ലൂപ്പ് ഹോൾസ് അടച്ചു? എല്ലാ വാതിലും അടച്ചിട്ടുണ്ടല്ലോ. കണ്ടത്തിൽ ചെളി ഇങ്ങനെ ചവിട്ടി കുഴക്കാരി എന്നെ നേരം വിളിക്കണവരെ അങ്ങ് ചവിട്ടി കുഴച്ചു. ലാസ്റ്റ് ഞാൻ കൈകൂപ്പി അങ്ങ് പറഞ്ഞു, ലൂപ്പ് ഹോൾസ് അല്ല, പിന്നെ ഇനി ഞാൻ മതിലും ചാടി വരികേലേ. ശരി. അയ്യോ, സാറ് ഭയങ്കര ആൾക്കാർ തെറ്റിദ്ധാരണയാണെന്നേ. ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കില്ല. സാറിന്റെ ഏറ്റവും വലിയ കേസ് സാറെ ബാധിച്ച? ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ കേസ് വാദിക്കണം. സാറ് എങ്ങനത്തെ രീതിയിലാണ് വാദിക്കുക? എന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ കയ്യിൽ ഒരു കേസ് വാദിക്കാൻ തന്നാൽ 2 കേസ് വാദിക്കാൻ തന്ന പോലെയാ. അതാണ്
ഞാൻ ഒരു കേസ് അങ്ങോട്ട് വാദിക്കും, അവൻ ജയിലിലാവുമ്പോ അവന്റെ ബന്ധുമിത്രാദികൾ എന്റെ പേരിൽ കേസ് കൊടുക്കും. അങ്ങനെ 2 കേസാ ഞാൻ. സാറ് വാദിച്ച് ജയിച്ച ഏതെങ്കിലും കേസുണ്ടോ? പ്രമാദമായ ഒരു കേസുണ്ട്. നമ്മുടെ അധോലോക നായകൻ ദാമോദർജി കേട്ടിട്ടുണ്ട്. അധോലോക കിടിലം കൊള്ളിപ്പിച്ച ദാമോദർജി പുള്ളി വധശിക്ഷയ്ക്ക് വിധിച്ചല്ലോ. അത് ഞാനത് മേടിച്ചു കൊടുത്തത്. അത് ശരി. എന്നിട്ട് അതിന്റെ ഫീസ് പോലും തരാതെ ഞാൻ നാട് പോയത്. എതിർഭാഗം വക്കീലിന് എന്തിനാ ഫീസ് തരുന്നത്? എതിർഭാഗം വക്കീലോ? പിന്നെ ഞാനല്ലായിരുന്നു പുള്ളിയുടെ വക്കീല്. അപ്പൊ അയാള് ജയിലിൽ വെച്ച സാറാണല്ലേ? അതെ, ആ ഫീസ് തരാതെ അവൻ പോയത്. എന്നോട് അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? ഞാനത് കൊണ്ട് ജീവിക്കുന്ന ആളല്ലേ സാറേ. നമ്മുടെ ആള് കുറച്ചുകൂടെ കഴിയും വരാനായിട്ട്. അപ്പൊ ഇവിടെ മാജിക്കും സർക്കസും ഒക്കെ ഉണ്ട്. സാർ ഇവിടെ ഇരുന്ന് കണ്ടോ, ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട്. പുള്ളി വരുമ്പോ ഞാൻ വിളിക്കാം. അപ്പൊ ഒരു കാര്യം, ഞാൻ ഭയങ്കര ഗർജിക്കുന്ന സിംഹമാണ്. ഞാൻ പറയാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവന്റെ മനസ്സും തണുക്കും. അപ്പൊ കേസ് വിജയിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പൊ ഓക്കെ. താങ്ക് യു സാർ. ദാനം ദേഹം നരസിംഹം. ഇയാളെയാണ് കേസ് വാദിക്കാൻ ഏൽപ്പിക്കുന്നത്. എനിക്കിപ്പോ ഒരു പേടി എന്താണെന്നറിയോ? ക്രിസ്മസിനാണോ എവിടെയാണ് നക്ഷത്രം തൂങ്ങാൻ അതല്ല, എന്റെ പേടി എന്താണെന്നറിയോ? എന്താണ്? എന്നെ ഇനി തൂക്കിക്കൊല്ലാന്നിരിക്കുമെന്നുള്ളതാ. അത് മിക്കവാറും ഉണ്ടാവും. അതോടെ ഞാനും രക്ഷപ്പെടും.